ഒരു പഴയ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം മമ്മൂക്കയുടെ കൂടെ ന്യൂഡൽഹിയിൽ മമ്മൂക്കയുടെ സുഹൃത്തായിട്ട് അഭിനയിച്ചു. പക്ഷെ ആ പടത്തിന്റെ എല്ലാ റിമേക്കിലും ഉണ്ടായിരുന്നു. ഹിന്ദിയിലടക്കം വിജയനാക്കും. നമ്മളധികം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നൊരു കാര്യമാണ്. ഹിന്ദിയിലും ആണല്ലേ? കന്നഡ, തെലുങ്ക്, ഹിന്ദി, ഈ 4 ഭാഷ. അപ്പോൾ എന്താ വെച്ചാൽ അതെങ്ങനെ സംഭവിച്ചു? ഞങ്ങളുടെ ഗ്രൂപ്പില്ലേ, ഞാൻ, സിദ്ദിഖ്, സുരേഷ് ഗോപി, ഉർവശി, സുമലത, ഇവരെല്ലാം ഉണ്ട്. അപ്പോൾ കുറേ പോർഷൻ ഷൂട്ട് ചെയ്യണ്ട, ആ സിറ്റീസ് എന്താണെന്ന് വെച്ചാൽ അതെടുക്കാം. അപ്പോൾ അവർക്ക് നല്ല ലാഭകരമായിരുന്നു. പിന്നെ ജിതേന്ദ്ര ആണ്, മറ്റേ കൃഷ്ണരാജു, ഹിന്ദിയിൽ ചെന്നപ്പോൾ ജിതേന്ദ്ര, മറ്റേ കൃഷ്ണരാജു, മറ്റേ അംബരീഷ് കന്നഡത്തിൽ. അപ്പോൾ അവർ ആ പോർഷൻ മാത്രം ഷൂട്ട് ചെയ്താൽ മതി, അവരും ഞങ്ങളും തമ്മിലുള്ള പോർഷൻ മാത്രം എടുത്താൽ മതി. പക്ഷേ അവിടെയൊക്കെ എവിടെയാണ് മമ്മൂട്ടി തന്നെയാണ്. അത് മറ്റ് ഭാഷക്കാരെ മോശക്കാരായിട്ട് പറയുകയല്ല, ബെസ്റ്റല്ല ആക്ടറാണ്. ഞാനും മമ്മൂട്ടി ഇവിടെ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഇന്ന് മാത്രമല്ല, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ആസ് ആൻ ആക്ടർ, സ്റ്റാർഡമല്ല. മമ്മൂട്ടി ഒരു ആക്ടർ എന്നുള്ള രീതിയിലാണ് ഇപ്പം മനുഷ്യൻ്റെ മനസ്സിലുള്ളത്. ഈ സ്റ്റാർഡവും ഇതും വ്യത്യാസമുണ്ടല്ലോ. ഇപ്പം പല സ്റ്റാറുകളും പേര് നമുക്കറിയാം, അത്ര വലിയ ഒരു ആക്ടിങ് കപ്പാസിറ്റിയുള്ള അല്ലാത്ത ആൾക്കാർ ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർ വലിയ ആക്ടേഴ്സ് അല്ല, സ്റ്റാറാണ്. അത് സ്റ്റാർ എന്നൊരു പ്രോഡക്റ്റാണ്, അത് വിൽപ്പനച്ചരക്കാണ്. അപ്പോൾ ആ സാധനത്തിന് ഇന്ന വില കിട്ടും, അങ്ങനെയുണ്ടല്ലോ. പക്ഷെ നമ്മുടെ മലയാളത്തിൽ അതല്ല. മലയാളത്തിൽ മിക്കവാറും സ്റ്റാർ എന്ന് പറയുന്നവരൊക്കെ ആർട്ടിസ്റ്റ്. ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷൻ ഇവിടെ കിട്ടാറുണ്ട്. നല്ല നടന്മാരാണ് ഇവിടെ ഉള്ളത്, അതാണ് കാര്യം. അത് എല്ലാവരും പറയുന്ന കാര്യമാണ്. ഈ മമ്മൂട്ടിയുമായിട്ടുള്ള സിനിമകളും കഥാപാത്രങ്ങളും ചെയ്യുമ്പോൾ ഉള്ളിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞോണ്ടേ ചോദിച്ചാൽ അങ്ങനത്തെ ഒരു നല്ല മെമ്മറബിൾ ആയിട്ടുള്ള സൗഹൃദത്തിൻ്റെ ആണോ? സൗഹൃദത്തിൻ്റെ, തീർച്ചയായിട്ടും. അത് മമ്മൂട്ടിയുണ്ട്, അവൻ നെടുമുടിമണി അദ്ദേഹം, പിന്നെ തിലകൻ ചേട്ടൻ, ഇവരോടൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെയുള്ളവരുടെ കൂടെ ഒന്ന് അഭിനയിക്കുമ്പോൾ ഒരു എൻസംബിൾ ആക്ടിങ് എന്ന് പറയുന്നത് ഒരു കൊടുക്കൽ വാങ്ങലുണ്ടാവും അതിനകത്ത്. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് അപ്പോൾ ഒരു പെരുമാറലാകും. ഒരു ജോലിയല്ലാതെ നമ്മൾ വളരെ കുറച്ചും കൂടെ എന്താ പറയുക, നമുക്കൊരു മനസ്സിനെ അറിയാവുന്ന ആൾക്കാർ. പിന്നെ ഞാനിങ്ങനെ ചെയ്യാം, നിങ്ങളിങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടേ പരസ്പരം നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ പറയുന്നത് എത്തും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകില്ല. അതൊരു വലിയ സന്തോഷമുള്ള നിമിഷങ്ങളാണ് അതൊക്കെ. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ മോഹൻലാലിനെ കുറിച്ച് കൂടി ചോദിക്കും. ഒരുപാട് ഇപ്പോൾ കുട്ടേട്ടൻ്റെ കരിയർ എടുത്താൽ പല സ്റ്റേജസ് ഉണ്ട്. ഒരുപാട് പടങ്ങളിൽ വില്ലനായി വന്നിട്ടുണ്ട്, ക്യാരക്ടർ റോളുകൾ ചെയ്തിട്ടുണ്ട്, നായകനായി വന്നു. മോഹൻലാലുമായിട്ട് അഭിനയിച്ച സിനിമകൾ അല്ലെങ്കിൽ ലാലിലെ ആക്ടറിനെ ഇപ്പോൾ മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? ലാൽ വളരെ സ്പോണ്ടേനിറ്റി ഉള്ളൊരു ആക്ടറാണ്. ലാൽ ഒരു അനായാസമായി, ലളിതമായിട്ടെന്നൊക്കെ പറയില്ലേ, അനായാസമായിട്ട് അഭിനയം ഒരു ഭാരമല്ല ലാലിന്. അതാണ് ലാലിനെ പറ്റി എനിക്ക് തോന്നുന്നത്. അതങ്ങ് സംഭവിക്കുന്നതാണ് ലാലിൽ. പണ്ട് കാലത്ത് ഫിലിം റോൾ ചെയ്യുന്നൊരു കാലത്ത് ഒരുപാട് റിഹേഴ്സൽ എടുത്തിട്ടല്ലേ ചെയ്യുന്നത്. പിന്നെ അയ്യോ, ആ കാലത്ത് അടക്കം കണ്ടിട്ടുള്ള മോഹൻലാലിനെ, മമ്മൂട്ടിയെ അല്ല, അവർ അന്നും അതെ ഇന്നും അതെ. ഇപ്പം മമ്മൂട്ടിക്കൊക്കെ ഒരു പുതിയ ആക്ടർ വരികയാണെങ്കിൽ മമ്മൂട്ടി ഭയങ്കര ഇവൻ നമ്മളെ വെട്ടുമോ അല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും പിന്നെ അതുണ്ട്, എപ്പോഴും നന്നാകണം, പിന്നെ അതിനെക്കൂടെ നന്നാകണം, അതിനേക്കാളും നന്നാകണം. ഇപ്പം ചിലപ്പം പറയും ഞാൻ അന്നെടുത്താൽ ശരിയായില്ല എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പം. മമ്മൂസിൻ്റെ പഴയ പടങ്ങളെപ്പറ്റി ചോദിക്കുമ്പോൾ അത് സ്വയം വിമർശനമുള്ള ആൾക്കേ പറയാൻ പറ്റും. അല്ലെങ്കിൽ എൻ്റെ അതും ഉദാഹരണം ഇപ്പോഴും പറയും. അതല്ല, ചിലത് അതങ്ങനെ ആയിരുന്നില്ല. ഞാനങ്ങനെ എനിക്ക് പടം കണ്ട് പഴയ പടങ്ങൾ ചിലപ്പോൾ കാണുമ്പോൾ ഞാനങ്ങ് ഓഫ് ചെയ്യും. എനിക്ക് തോന്നുന്നത് അത് ശരിയായില്ല അങ്ങനെ തോന്നും. ആ സ്വയം വിമർശനമാണ് നമ്മളെ. അല്ലാതെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സിനിമയിൽ അഭിനയിച്ചിട്ട് ആരെങ്കിലും നമ്മൾ മോശമെന്ന് പറയുമോ? അഥവാ മോശമായിട്ടാണ് ഇപ്പോൾ മുഖത്ത് നോക്കി ആരും പറയില്ല. പ്രത്യേകിച്ച് സിനിമയിൽ എല്ലാം അയ്യോ സാറ് ഗംഭീരം അങ്ങനെ പറയുള്ളൂ എല്ലാവരും. പക്ഷേ സ്വയം തിരിച്ചറിയാൻ കഴിയണം. അല്ല, ഒരു നടന് വേണ്ട പ്രധാനപ്പെട്ട കാര്യം നടൻ്റെ ക്യാൻവാസ് നടൻ തന്നെയാണ്. അതിൻ്റെ സൃഷ്ടിയും സൃഷ്ടാവും നടൻ തന്നെയാണ് അല്ലേ? നടനിൽ കൂടെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിമർശകൻ നടൻ തന്നെയാണ്. നമ്മൾ ഓരോ നിമിഷവും അഭിനയിക്കുമ്പോൾ അത്രയും വേണോ, ഇത്രയും വേണോ, അത് വേണ്ട, ഈ നോട്ടം പതുക്കെ നോക്കിയാൽ മതിയോ, പെട്ടെന്ന് നോക്കണം, ഇങ്ങനെയുള്ള നമ്മൾ തന്നെ തിരുത്തലുകളുണ്ട്. ആ വിമർശകൻ നമ്മുടെ കൂടെയുണ്ട്. ആ വിമർശകൻ ഒരു ആക്ടറിലുണ്ടെങ്കിൽ മാത്രമേ ആക്ടറാകാൻ പറ്റുള്ളൂ.